അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബാബുൽ ഗുസ്ലി, ഇത് കുളിയെ സംബന്ധിച്ച് വിവരിക്കുന്ന അധ്യായമാണ്. അപ്പം ഗുസ്ൽ എന്ന് പറഞ്ഞാൽ ലമ്മ് കൊണ്ട് ഗുസ്ൽ എന്ന് പ്രയോഗിക്കലാണ് മഹാന്മാരായ ഫുഖഹാഇൻ്റെ വാക്കുകളിൽ പ്രസിദ്ധം. അപ്പോൾ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളെയും കുളിയുടെ രൂപങ്ങളെയുമാണ് ഇതിൽ വിവരിക്കുന്നത്. അപ്പോൾ കുളി എന്നർത്ഥം വരുന്ന അറബി പദത്തിൽ ഗൈനിന് ലമ്മ് പ്രയോഗിക്കലാണ് ഏറ്റവും പ്രസിദ്ധമായത്. ഇനി ഒരു സാധനത്തിൻ്റെ ഒരു സാധനത്തിൻ്റെ മേൽ വെള്ളം ഒഴിക്കുക എന്നാണ് ഇതിൻ്റെ ഭാഷാർത്ഥം. ഗുസ്ൽ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ മേൽ വെള്ളം ഒഴിക്കുക എന്നാണ് ഭാഷാർത്ഥം. നിയ്യത്തോടുകൂടെ ശരീരമാസകലം വെള്ളം ഒഴിക്കുക എന്നതാണ് ഇസ്തുലാഹിൽ കുളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ വിവരിക്കുന്നത് ഇസ്തുലാഹിയായ കുളിയായതിനാൽ അതിൻ്റെയും നജസിനെ കഴുകുന്നതിൻ്റെയും ഇടയിൽ ഫറക്കുണ്ടാവാൻ വേണ്ടി, വേർതിരിവുണ്ടാവാൻ വേണ്ടിയാണ് കുളി ഗുസ്ലി എന്ന് ലമ്മ് കൊണ്ട് പ്രസിദ്ധമായത്. ഇത് ബുജൈരിമി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഫത്ഹ് കൊണ്ട് ഗസ്ലി എന്ന് പ്രയോഗിക്കൽ സാഹിത്യപരമായി നല്ലതാണ്. അപ്പോൾ ഫത്ഹാകുമ്പോൾ കുളിക്കുന്ന വെള്ളത്തിനും കുളി എന്ന കർമ്മത്തിനും ഉപയോഗിക്കപ്പെടുന്നു ഗസ്ല്. അപ്പോൾ ഇനി കുളി നിർബന്ധമായ കാരണം ദോഷകരമാണെങ്കിലും ഉടനെ തന്നെ കുളിക്കൽ നിർബന്ധമില്ല. ഉദാഹരണമായി വ്യഭിചാരമാണ് കുളി നിർബന്ധമായ കാരണമെങ്കിലും വ്യഭിചാരത്തിൽ നിന്ന് ഒഴിവായതോടെ ദോഷം കഴിഞ്ഞ് നടന്നു എന്നതാണ് അതിന് കാരണം. എന്നാൽ കുറ്റകരമായ കാരണത്താൽ നജസ് ബാധിച്ചാൽ ഈ വേഗം കഴുകൽ നിർബന്ധമാണ്. അപ്പോൾ യജിബു നിർബന്ധമാകും, കുളി നിർബന്ധമാകും അലർറജുലി പുരുഷൻ്റെ മേൽ മിൻ ഖുറൂജിൽ മനിയ്യ് പുറപ്പെട്ട കാരണത്തിനാൽ വമിൻ ഈലാജിൽ ഹഷ്ഫത്തി ഹഷ്ഫ പ്രവേശിച്ചതിനാലും ശലാക്രമം ചെയ്യപ്പെടുന്ന സ്ഥലത്തുള്ള ആ തൊലി മുറിച്ച് കളയുമ്പോഴുള്ള സ്ഥലമാണ് ഹഷ്ഫ. അത് പ്രവേശിച്ചതിനാലും കുളി നിർബന്ധമാകും. ഫി ഐ ഫർജിൻ ഖാൻ, അത് ഏത് ഫർജിലാവട്ടെ, ഉബുലൻ ആ കടക്കപ്പെട്ട ഫർജ് മുൻദ്വാരമാവട്ടെ, ഉദുബുറൻ അല്ലെങ്കിൽ പിൻദ്വാരമാവട്ടെ, ദക്കറൻ ആ ഫർജുടേവൻ പുരുഷനാവട്ടെ, ഉൻസ അല്ലെങ്കിൽ സ്ത്രീയാവട്ടെ, വലോ ബഹീമത്തൻ ആ കടക്കപ്പെട്ട ഫർജുടയത് മൃഗമാണെങ്കിലും ശരി, ഔ സഗീറൻ അല്ലെങ്കിൽ ആ ഫർജ് കടത്തുന്നവൻ കുട്ടിയാണെങ്കിലും ശരി, ഫി സഗീറത്തിൻ ചെറിയ പെൺകുട്ടിയുടെ ഫർജിലാണ് കടത്തിയതെങ്കിലും ശരി, കുളി നിർബന്ധമാണ്. വയജിബു കുളി നിർബന്ധമാകും അലൽ മർഅത്തി സ്ത്രീയുടെ മേൽ നിർബന്ധമാകും. ഇതാണ് പുരുഷന്റെ മേൽ നിർബന്ധമാകുന്ന കാരണം. ഇത് സ്ത്രീയുടെ മേൽ നിർബന്ധമാകുന്നത് മിൻ ഖുറൂജ് മനിയിഹ, അവൾ ഇന്ദ്രിയം പുറപ്പെട്ടതിനാലാണ്. വമിൻ അയ്യിദക്കരൻ ഏത് ലിംഗം കാരണത്താലും ദഹലാതെ കടന്നിരിക്കുന്നു ഫി ഖുബുലിഹ, അവളുടെ മുൻദ്വാരത്തിലോ ദുബുരിഹ അല്ലെങ്കിൽ അവിടെ പിൻദ്വാരത്തിൽ, വലോ അശല്ല ആ കടന്ന ലിംഗം കുഴഞ്ഞതാണെങ്കിലും ശരി, അശല്ലാണ് ഖായിമല്ല, ഔമിൻ സ്വബിയിൻ അല്ലെങ്കിൽ കുട്ടിയിൽ നിന്നാണെങ്കിലും ശരി, ഒരു കുട്ടിയാണ് അവളുടെ ഫർജിലേക്ക് ലിംഗം ദക്കറ പ്രവേശിച്ചത്, എന്നാലും അവൾക്ക് കുളി നിർബന്ധമാണ്. ഔ ബഹീമത്തിന് അല്ലെങ്കിൽ മൃഗത്തിൽ നിന്നാണെങ്കിലും ശരി, ഒരു മൃഗമാണ് ലിംഗം പ്രവേശിച്ചതെങ്കിലും അവൾക്ക് കുളി നിർബന്ധമാണ്. അതേപോലെ വമനൽ ഹൈദ് ആർത്തവം കാരണത്താലും കുളി നിർബന്ധമാണ് സ്ത്രീക്ക്. വന്നിഫാസി പ്രസവരക്തം കാരണത്താലും, വഖുറൂജിൽ വലതി കുട്ടി പുറപ്പെട്ടതിനാലും, ജാഫൻ അത് ഉണങ്ങിയ നിലയിലാണെങ്കിലും ശരി, പശർമയൊന്നുമില്ലാതെ വെള്ളമൊന്നുമില്ലാതെ പശർമയില്ലാതെ ഉണങ്ങിയ നിലക്കാണ് കുട്ടി പുറപ്പെട്ടത്, എന്നാലും കുളി നിർബന്ധമാകും. വൈന്നമായ തഅല്ലഖു നിശ്ചയം ആ കുളി നിർബന്ധമായിരിക്കൽ ബന്ധിക്കും ബി തഗയീബി ജമീഇൽ ഹഷ്ഫത്തി ഹഷ്ഫ മുഴുവൻ മറക്കുന്നതിനോട് മാത്രമാണ് ബന്ധിക്കുക. ഹഷ്ഫ അല്പം കിടന്നാൽ കുളി നിർബന്ധമാവില്ല, അത് മുഴുവനായിട്ടും എന്താവണം കിടക്കണം. അപ്പോൾ ഇന്ദ്രിയം പുറപ്പെടുക, ലിംഗത്തിൻ്റെ അഗ്രം ഹഷ്ഫ ഏതെങ്കിലും ഒരു ഫർജിൽ പ്രവേശിക്കുക എന്നീ കാരണങ്ങളാണ് പുരുഷൻ്റെ കുളി നിർബന്ധമാവുക. പ്രവേശിച്ചത് മുൻദ്വാരത്തിലോ പിൻദ്വാരത്തിലോ സ്ത്രീയുടേതിലോ പുരുഷൻ്റേതിലോ മൃഗത്തിൻ്റേതിലോ ആയാലും ആൺകുട്ടിയുടേത് പെൺകുട്ടിയുടേതായാലും ഒക്കെ കുളി നിർബന്ധമാകും. ഇനി സ്വന്തം ഇന്ദ്രിയം പുറപ്പെടൽ കൊണ്ടും വല്ല ലിംഗവും മുൻദ്വാരത്തിലോ പിൻദ്വാരത്തിലോ പ്രവേശിക്കൽ കൊണ്ടും സ്ത്രീക്ക് കുളി നിർബന്ധമാണ്. പ്രവേശിച്ച ലിംഗം ഉദ്ധാരണശേഷിയില്ലാത്തതോ കുട്ടിയുടേതോ മൃഗത്തിൻ്റേതോ ആയാലും നിർബന്ധം തന്നെയാണ്.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിന്റെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഇന്നമൽ മാഉ മിനൽ മാഇ, വെള്ളം ഉപയോഗിച്ച് കുളിക്കൽ ഇന്ദ്രിയം എന്ന വെള്ളത്തിനാൽ മാത്രമേ നിർബന്ധമുള്ളൂ എന്ന് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. വെള്ളം ഉപയോഗിച്ച് കുളിക്കൽ ഇന്ദ്രിയം എന്ന വെള്ളം പുറപ്പെട്ടതിനാൽ മാത്രമേ നിർബന്ധമുള്ളൂ. മഹദി ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നതാണ്. ഖാലത്ത് ഓർ പറഞ്ഞു, ജാഅത്ത് ഉമ്മു സുലൈം ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലത്ത് ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ് ഹൽ അലൽ മർഅത്തി മിൻ ഗുസ്ലിൻ ഇദാ ഹിയ ഇഹ്തലമത് ഖാല നഅം ഇദാ റഅത്തിൽ മാഅ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊള്ള വന്നു ഇപ്രകാരം പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിശ്ചയം യാഥാർത്ഥ്യം ചോദിച്ചു പഠിക്കലിനത്തോട് ലജ്ജിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നില്ല. സ്ത്രീക്ക് സ്വപ്നസ്ഖലനമുണ്ടായാൽ കുളി നിർബന്ധമുണ്ടോ നബിയെ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ, അവൾ ഇന്ദ്രിയം കണ്ടാൽ നിർബന്ധമുണ്ട്. അപ്പോൾ പുരുഷൻ്റെ ഇന്ദ്രിയമാണെങ്കിൽ അവൻ്റെ ഹഷ്ഫയുടെയും, ബിക്ർ കന്യക സ്ത്രീയാണെങ്കിൽ, അതായത് കന്യകത്വം പൊട്ടാത്ത നടാടെയുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, ആ സ്ത്രീയുടേതാണെങ്കിൽ അവളുടെ ഫർജിൻ്റെയും പുറഭാഗത്തേക്ക് പ്രത്യക്ഷപ്പെടണം ഇന്ദ്രിയം, എന്നാലേ കുളി നിർബന്ധമാവും. എന്നാൽ സയ്യിബ് കന്യകയല്ലാത്ത സ്ത്രീയാണെങ്കിലോ അവൾ മനോഹരം ചെയ്യുന്ന സ്ഥലത്തേക്ക്, അവൾ അവളുടെ ചെരിപ്പടിക്കാലിൻ്റെ മേലിരിക്കുമ്പോൾ ഫർജിൽ നിന്ന് വെളിവാകുന്ന സ്ഥലം, ആ സ്ഥലത്തേക്ക് പ്രത്യക്ഷപ്പെടണം. സ്വന്തം ഇന്ദ്രിയം പുറപ്പെട്ടാൽ മാത്രമേ കുളി നിർബന്ധമാവുകയുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീയുടെ ബിന്ദ്വാരത്തിൽ സംയോഗം ചെയ്യപ്പെടുകയും അവൾ കുളിക്കുകയും ചെയ്ത ശേഷം അവൻ്റെ ഇന്ദ്രിയം അവൾ നിന്ന് വീണ്ടും പുറപ്പെട്ടു കഴിഞ്ഞാൽ അവൾക്ക് കുളിയെ മടക്കൽ നിർബന്ധമില്ല. അല്ലെങ്കിൽ അവിടെ മുൻദ്വാരത്തിൽ സംയോഗം ചെയ്യപ്പെട്ടു, പക്ഷെ അവൾ കുട്ടിയായതിനാൽ ആഗ്രഹമില്ലാത്തവളാണ്, അല്ലെങ്കിൽ ഉറങ്ങുന്നവളായതിനാൽ ആഗ്രഹത്തെ വീട്ടാത്തവളാണ്, എങ്കിലും കുളിയെ മടക്കൽ എന്തില്ല, നിർബന്ധമില്ല. ഇപ്രകാരം ആദ്യം പുറപ്പെടുന്നതിനാൽ മാത്രമേ കുളി നിർബന്ധമുള്ളൂ. അപ്പോൾ പുറപ്പെട്ട ഇന്ദ്രിയത്തെ കുളിച്ച ശേഷം ഒരാൾ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും രണ്ടാമതും അത് പുറപ്പെടുകയും ചെയ്താൽ കുളിക്കേണ്ടതില്ല. സാധാരണ ദ്വാരത്തിലൂടെ പുറപ്പെട്ടാലും സാധാരണ ദ്വാരം അടഞ്ഞിരിക്കെ പുരുഷൻ്റെ മുതുകിൽ നിന്ന് സ്ത്രീകളുടെ നെഞ്ചുകളിൽ നിന്ന് പുറപ്പെട്ടാലും കുളി നിർബന്ധമാണ്. കാരണം എന്താ? പുരുഷൻ്റെ ഇന്ദ്രിയത്തിൻ്റെ ഉത്ഭവസ്ഥാനം മുതുകല്ലാണ്, മുതുകിൽ നിന്നാണ് പുറപ്പെടുക. സ്ത്രീയുടേത് നെഞ്ചല്ലാണ്, നെഞ്ചിൻ്റെ ഇടയിൽ നിന്നാണ് ഉണ്ടാകുക, നെഞ്ചിൻ്റെ എല്ലുകൾക്കിടയിൽ നിന്നാണ് സ്ത്രീയുടെ ഇന്ദ്രിയം പുറപ്പെടുക. കാരണം എന്താ? അത് സ്ത്രീക്ക് പുരുഷനേക്കാൾ കുട്ടികളോടുള്ള വാത്സല്യം കൂടുതലായതുകൊണ്ടാണ് പുരുഷൻ്റെ ഇന്ദ്രിയം മുതുകിലും സ്ത്രീയുടേത് നെഞ്ചിലുമായത് എന്നാണ്. നെഞ്ചോട് ചേർത്തല്ലേ കുട്ടികളെ പിടിക്കുക. അപ്പോൾ സാധാരണ മുൻദ്വാരത്തിലൂടെ അല്ലാതെ പുറപ്പെട്ടാൽ കുളി നിർബന്ധമാവണമെങ്കിൽ അത് ഇന്ദ്രിയം മുസ്തഹിക്കും, അതായത് രോഗം കാരണമായി പുറപ്പെട്ടതല്ലാത്തതായിരിക്കൽ ഷർത്താണ്. സാധാരണ ദ്വാരത്തിലൂടെയാണ് പുറപ്പെട്ടതെങ്കിൽ രോഗം കാരണത്താലാണെങ്കിലും സംയോഗത്തിൻ്റെ എണ്ണം കൂടിയതിനാൽ രക്തത്തിൻ്റെ രൂപത്തിൽ തന്നെ പുറപ്പെട്ടാലും അത് ശുദ്ധിയുള്ളതും കുളി മടക്കൽ നിർബന്ധവും കുളിക്കൽ നിർബന്ധവുമാണ്. ഇനി മുസ്തഹിക്കുമല്ല, അതായത് രോഗം കാരണത്താൽ പുറപ്പെടുന്ന ഇന്ദ്രിയം സാധാരണ ദ്വാരത്തിലൂടെ അല്ലാതെ പുറപ്പെട്ടാൽ കുളി നിർബന്ധമില്ല എന്നതിൽ മഹാന്മാരായ അയിമ്മത്തിൻ്റെ ഇടയിൽ ഖിലാഫില്ല. സാധാരണ ദ്വാരം പുതുതായി അടഞ്ഞതാണെങ്കിൽ പുരുഷൻ്റെ മുതുകിൽ നിന്നും സ്ത്രീയുടെ നെഞ്ചലിൽ നിന്നും പുറപ്പെട്ടാൽ മാത്രമേ കുളി നിർബന്ധമുള്ളൂ. മനസ്സിലായല്ല? ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെട്ടാൽ നിർബന്ധമില്ല, കുളി നിർബന്ധമില്ല. കാരണം എന്താ? മുതുക് എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ഇന്ദ്രിയത്തിൻ്റെ അത് മഅ്വയാണ്, അവിടെ നിന്നാണ് പുറപ്പെടുന്നത്. സ്ത്രീകളുടെ നെഞ്ചല്ലാണ് അതിൻ്റെ പുറപ്പെടുന്ന സ്ഥലം, അതുകൊണ്ടാണ് ഇതങ്ങനെ പറഞ്ഞത്. ഇനി ജന്മന അടഞ്ഞതാണെങ്കിൽ ശരീരത്തിൽ എവിടെ നിന്ന് പുറപ്പെട്ടാലും കുളി നിർബന്ധമാണ്. ജന്മന ഈ ഇന്ദ്രിയം പുറപ്പെടുന്ന സ്ഥലങ്ങൾ അടഞ്ഞതാണെങ്കിൽ ശരീരത്തിൻ്റെ എവിടെ നിന്ന് പുറപ്പെട്ടാലും കുളി നിർബന്ധമാണെന്ന് കല്ലൂബി, ഇയാനത്തു ത്വാലിബീൻ, അതുപോലെ തന്നെ ബുജൈരിമി പോലത്തെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഹഷ്ഫ പ്രവേശിച്ചത് മനഃപൂർവ്വമല്ലെങ്കിലും ലിംഗം അശല്ലാണെങ്കിലും, അതായത് ഉദ്ധാരണശേഷി ഇല്ലാത്തതാണെങ്കിലും, സ്ത്രീകളുടെ ഫർജിൻ്റെ അന്തരീക്ഷത്തിലാണെങ്കിലും, ലിംഗത്തിൻ്റെ മേൽ മറയുള്ളതിനോടുകൂടിയാണെങ്കിലും, മൃഗത്തിൻ്റെയോ ശവത്തിൻ്റെയോ ഫർജിലോ പുരുഷൻ്റെ ബിന്ദ്വാരത്തിലോ പ്രവേശിക്കും പോലെ ആഗ്രഹമില്ലാത്ത യോനിയിലാണെങ്കിലും കുളി നിർബന്ധം തന്നെയാകുന്നു. മനസ്സിലായല്ല? മയ്യത്തിൻ്റെ പ്രവേശിച്ചാലും പ്രവേശിപ്പിച്ചവനക്ക് കുളി നിർബന്ധമാവും,
ഇനി യോനിയുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഹവ എന്ന് പറഞ്ഞില്ലേ, അതിൽ പ്രവേശിക്കേണ്ട ഉദ്ദേശം ലിംഗം യോനിയിൽ തട്ടാതെ പ്രവേശിക്കുക എന്നാണ്. എവിടെയും തട്ടാതെ എന്താകുക, അതിൻ്റെ പാർശ്വങ്ങളും തട്ടാതെ ഉള്ളിലേക്ക് പ്രവേശിച്ചു, ഹഷ്ഫ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എന്നാലും കുളി നിർബന്ധമാണ്. അതായി ഇമാം മുസ്ലിം റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇതിന് തെളിവ്. ഇമാം മുസ്ലിം റളിയല്ലാഹു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇദൽ തഖൽ ഖിതാനാനി ഫഖദ് വജബൽ ഗുസ്ലു വഇല്ലം യുൻസിൽ. രണ്ടു ചേലാകർമ്മസ്ഥാനങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഇന്ദ്രിയം പുറപ്പെട്ടിട്ടില്ലെങ്കിലും കുളി നിർബന്ധമായി എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടു ചേലാക്രമസ്ഥാനങ്ങൾ കണ്ടുമുട്ടുക എന്നുകൊണ്ട് ഉദ്ദേശം അവ തമ്മിൽ നേരിടുക എന്നാണ്, തമ്മിൽ ചേരുക എന്നല്ല. ഇനി പുരുഷൻ്റെ ഹഷ്ഫ എന്തായി, സ്ത്രീയുടെ ഫർജിൽ പ്രവേശിക്കൽ കൊണ്ട് നേരിടലുണ്ടാവുന്നതാണ്. അഥവാ ഹഷ്ഫ യോനിൽ മറയുമ്പോൾ അവൻ്റെ ചേലാക്രമസ്ഥാനം അവളുടെ ചേലാക്രമസ്ഥാനത്തോട് നേരിടുന്നുണ്ടല്ലോ, അപ്പോൾ കുളി നിർബന്ധമാകുമെന്ന് ഫത്താബൽ കുർദിയിലൊക്കെ ഉണ്ട്. ഇനി ഹഷ്ഫ ഇല്ലാത്ത ഒരുത്തനാണെങ്കിലോ അത്ര സ്ഥലം അവൻ്റെ ലിംഗത്തിൽ നിന്ന് പ്രവേശിച്ചാൽ കുളി നിർബന്ധമാവും. ഒരുത്തന്നെ മുറിച്ചിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ പ്രവേശിപ്പിച്ചവനും പ്രവേശിപ്പിക്കപ്പെട്ടവനും നിർബന്ധം തന്നെയാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്നുണ്ട്. റളിയല്ലാഹു തആല അൻഹുമാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരാൾ അവളുടെ 4 അവയവങ്ങൾക്കിടയിൽ ഇരുന്ന് അവളെ ഞെരുക്കിയാൽ അഥവാ സംയോഗം ചെയ്താൽ ഇന്ദ്രിയം പുറപ്പെട്ടിട്ടില്ലെങ്കിലും കുളി നിർബന്ധമായി എന്ന ഹദീസുണ്ട്. മനസ്സിലായില്ല? കുട്ടിൻ്റെ അശ്വ പ്രവേശിച്ചാലും ഓനിക്ക് ഇൻസാലായിട്ടില്ലെങ്കിൽ കുളി നിർബന്ധമാവും. അപ്പോൾ കുട്ടിയോട് കുളിക്കാൻ കൽപ്പിക്കൽ അവൻ്റെ വലിയിൻ്റെ മേൽ നിർബന്ധമാണ്. കുട്ടി അപ്പോൾ കുളിച്ചാൽ അവനത് മതിയാകും. ഇല്ലെങ്കിൽ പ്രായം തികഞ്ഞ ശേഷം കുളിക്കൽ കുട്ടിക്ക് നിർബന്ധമാണ്. ആ സമയത്ത് കുളിച്ചാൽ അത് മതിയാവും. ഇല്ലെങ്കിൽ കുളിച്ചില്ലെങ്കിലോ പ്രായം തികഞ്ഞ ശേഷം കുട്ടിക്ക് കുളിക്കൽ നിർബന്ധമാണ്. ലിംഗം ദക്കറ പ്രവേശിക്കപ്പെട്ടവൾ സംയോഗത്തിന് അനുസരിച്ചവളാണെങ്കിലും അല്ലെങ്കിലും കുളി അവൾക്ക് നിർബന്ധം തന്നെയാണ്. മുൻദ്വാരത്തിൽ പ്രവേശിക്കൽ സംയോഗ സ്ഥാനത്തായിരിക്കൽ ഷർത്താണ്. അതിൻ്റെ സ്ഥാനത്ത് തന്നെ ആയിരിക്കണം. അതായത് ഫർജിൻ്റെ 2 ഷഫത്തൈനുണ്ട്, 2 ചുണ്ടുകൾ, അതിൻ്റെ ഇടയിൽ അശ്വ പറഞ്ഞാൽ ഇന്ദ്രിയം പുറപ്പെട്ടിട്ടില്ലെങ്കിലും കുളി നിർബന്ധം. അശ്വ പറഞ്ഞാൽ അതായത് ചുണ്ടുകൾക്കിടയിൽ അശ്വ പറഞ്ഞാലും ഇന്ദ്രിയം പുറപ്പെട്ടില്ല കുളി നിർബന്ധമില്ല. ആ ചുണ്ടുകൾക്കിടയിൽ അതിൻ്റെ സ്ഥാനത്ത് തന്നെ ആയിരിക്കണം എന്നർത്ഥം കേട്ടോ. അപ്പോൾ ആർത്തവകാരിക്ക് കുളി നിർബന്ധമാണ്. ഫഅ്തദിലുൻ-നിസാഅ-ഫിൽ മഹീദി, ആർത്തവമുള്ള സമയം സ്ത്രീകളെ നിങ്ങൾ വെടിയുക എന്ന വിശുദ്ധമായ ഖുർആൻ വാക്യമാണ് ഇതിൻ്റെ തെളിവ്. ആർത്തവ രക്തവും പ്രസവരക്തവും പുറപ്പെടൽ തന്നെ കുളിയെ നിർബന്ധമാക്കുന്നുണ്ട്. രക്തം മുറിയുക എന്നത് കുളി ശരിയാവലിന് ഷർത്താണ്. മനസ്സിലായില്ലേ? പുറപ്പെടൽ തന്നെ കുളി നിർബന്ധമാക്കുന്നുണ്ട്. അപ്പോൾ രക്തം മുറിയുക എന്നുള്ളത് കുളി ശരിയാവലിന് ഷർത്താണ്. ഇത് കല്ലൂബി പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രസവിച്ചാലും കുളി നിർബന്ധമാണ് പെണ്ണിന്. കുട്ടി മുഴുവൻ പുറപ്പെട്ടാൽ മാത്രമേ കുളി നിർബന്ധമുള്ളൂ. അല്പം പുറപ്പെട്ട് അങ്ങോട്ട് തന്നെ മടങ്ങിയാൽ നിർബന്ധമില്ല. പക്ഷെ അതിനാൽ ഉളു നിർബന്ധമാവും കേട്ടാ. കാരണം ദൂതത്ത് പോലത്തെ നാദറായി പുറപ്പെടുന്ന വസ്തു പുറത്തേക്ക് വന്നാലും ഉളു നിർബന്ധമാണെന്ന് അവൻ പറഞ്ഞല്ലോ. ഉളു മുറി എന്ന് പറഞ്ഞില്ലേ? അപ്പം അത് ഇന്ദ്രിയം കട്ടിയായതാണ് എന്ന നിലക്കാണത് കൊണ്ട് കുളി നിർബന്ധമാകുന്നത്. പശർമ ഇല്ലാതെ എന്ന് പറഞ്ഞത് പശർമയില്ലാതെ കുട്ടി പുറപ്പെട്ടാലും കുളി നിർബന്ധമാകുമെന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. ഇന്നമൽ മാഉ മിനൽ മായി, വെള്ളം ഉപയോഗിച്ച് കുളിക്കൽ ഇന്ദ്രിയം എന്ന വെള്ളത്തിനാൽ മാത്രമേ നിർബന്ധമുള്ളൂ എന്ന ഹദീസ് രക്ഷപിടിച്ച് പശർമയില്ലാതെ പ്രസവിച്ചാൽ കുളി നിർബന്ധമില്ലെന്ന് പറഞ്ഞവരെ ഗണ്ണിക്കലും കൂടിയാണ് ഇത്. പശർമയില്ലാതെ നനവില്ലാതെ പ്രസവിച്ചാലും കുളി നിർബന്ധമാണ് എന്ന് പറഞ്ഞത് കേട്ടോ. രക്തക്കട്ടയും മാംസക്കട്ടയും പുറപ്പെട്ടാൽ അത് മനുഷ്യ സൃഷ്ടിയുടെ ആരംഭമാണെന്ന അതിനെക്കുറിച്ച് അറിയുന്ന പേറ്റിച്ചികളുണ്ട്. കാബിലത്ത്, അത് മനുഷ്യ സൃഷ്ടിയുടെ ആരംഭമാണെന്ന് പേറ്റിച്ചികൾ, അതായത് കാബിലത്ത്. ഇപ്പം നഴ്സന്മാരാണ് അല്ലെ ഡോക്ടർമാർ, അവർ പറഞ്ഞാൽ കുളി നിർബന്ധമാണ്. ഒരാൾ പറഞ്ഞാലും മതി എന്ന് ബുജൈരിമിയിലും 2 അതിലധികമോ ആളുകൾ പറയണമെന്ന് കല്ലൂബിയിലും 4 ആളുകൾ പറയണമെന്ന് ഈ ഷറൗൽ ഇയാബിലുമൊക്കെ
പിന്നെ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കുർദിയിൽ ആ മസല പറയുന്നുണ്ട്. ഒരു സ്ത്രീ പശർമയില്ലാതൊരു കുട്ടിയെ പ്രസവിച്ചാൽ അവള് കുളിക്കുന്നതിന് മുമ്പ് അവളെ സംയോഗം ചെയ്യൽ അനുവദനീയമാണ്. ഇത് ഫത്താബൽ കുർദിയിലുണ്ട് കേട്ടോ. മസല നല്ല പാങ്ങിൽ പഠിച്ചു നോക്കണം, ഇതൊക്കെ എഴുതി വെക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഒരാൾ കണ്ടാൽ മനിയിനെ ഇന്ദ്രിയത്തെ കണ്ടു, ഒരാൾ ഇന്ദ്രിയത്തെ കണ്ടു ഫീ സോബിഹി അവൻ്റെ വസ്ത്രത്തിൽ, ഔ ഫിറാഷിൻ അല്ലെങ്കിൽ വിരിപ്പിൽ കണ്ടു, യനാമു അവൻ ഉറങ്ങും, ഫീഹി അതിലാണ് അവൻ ഉറങ്ങുക, മാമൻ ഒരുത്തനോടുകൂടെയാണ് ആ വിരിപ്പിൽ അവൻ ഉറങ്ങുക, യുംകിനു കൗനുഹു ആ ഇന്ദ്രിയമായിരിക്കൽ ഏതാകും സൗകര്യപ്രദമാകും, മിൻഹു അവനിൽ നിന്ന് അവൻ്റെ കൂടെ കിടന്നവനിൽ നിന്നാവാനും ചാൻസ് ഉണ്ട്. എന്നാൽ നുദിബ സുന്നത്താക്കപ്പെടും, ലഹുമ അവർ രണ്ടാൾക്കും സുന്നത്താക്കപ്പെടും, അൽ ഗുസ്ലു കുളിക്കൽ സുന്നത്താക്കപ്പെടും, വലായിജിബു ആ കുളി നിർബന്ധമില്ല, വലായക്തദി തുടരരുത്, അഹദുഹുമ രണ്ടിൽ ഒരാൾ ബില്ലാഹരി മറ്റവനോട്, ഫഇല്ലം യനം ഇനി ഉറങ്ങിയില്ലെങ്കിൽ ഫീഹി അതിൽ ഗൈറുഹു അവനല്ലാത്ത വേറൊരാളും ഉറങ്ങിയില്ല, ഇവൻ ഒറ്റയ്ക്ക് ഉറങ്ങിയില്ല, ആ വിരിപ്പിൽ എന്ത് കണ്ട് മനിയ് കണ്ടു, എന്നാൽ ലസിമഹു അവനിക്ക് നിർബന്ധമാണ്, അൽ ഗുസ്ലു കുളിക്കൽ നിർബന്ധമാണ്, വയജിബു നിർബന്ധമാവുകയും ചെയ്യും, ഇആദത്തു കുല്ലി സ്വലാത്തിൻ്റെ എല്ലാ നിസ്കാരത്തെയും അടക്കൽ, ലാ യഹ്തമിലു അത് സൗകര്യപ്രദമാവില്ല, ഇഹ്തിമാലില്ല, ഹുദൂസുൽ മനി ഇന്ദ്രിയം പുതുതാവൽ, ബഅദഹ നിസ്കാരത്തിന് ശേഷം ആ നിസ്കാരത്തിന് ശേഷം ആവൽ ഈ ചാൻസ് ഇല്ല. അങ്ങനെയുള്ള എല്ലാ നിസ്കാരത്തെയും അടക്കൽ നിർബന്ധമാണ്. ലാക്കിൻ എങ്കിലും യുന്തബു സുന്നത്താക്കപ്പെടും, ഇആദത്തുമ ഒരു നിസ്കാരത്തെ മടക്കൽ, അംകൻ അത് സൗകര്യപ്രദമായിരിക്കുന്നു, കൗനുഹ ആ നിസ്കാരമായിരിക്കൽ, ബഅദഹ അതിൻ്റെ ആ ഇന്ദ്രിയം പുറപ്പെട്ടതിന് ശേഷമായിരിക്കൽ സൗകര്യപ്രദമായ നിസ്കാരത്തിന് മടക്കൽ സുന്നത്താണ്. അതിന് മുമ്പായ ആവാൻ ചാൻസ് ഉള്ള എല്ലാ നിസ്കാരത്തെയും മടക്കൽ എന്താണ് നിർബന്ധവും കൂടിയാണ്. ഈ പറഞ്ഞ മസല, ഒരാൾ തൻ്റെ വസ്ത്രത്തിലോ വിരിപ്പിലോ ഇന്ദ്രിയം കണ്ടു, ആ വിരിപ്പിൽ അവൻ മറ്റൊരുത്തിനോട് കൂടിയാണ് ഉറങ്ങിയിരുന്നത്, രണ്ടാളും കൂടിയാണ് ഉറങ്ങുന്നത്, ഇന്ദ്രിയം അവനിൽ നിന്ന് ആവാനും സാധ്യതയുണ്ട്, കാരണം ചെറിയ 4 വയസ്സുള്ള കുട്ടിയൊന്നുമല്ല, ഇന്ദ്രിയം പുറപ്പെടാൻ ചാൻസ് ഉണ്ടോ എങ്കിൽ രണ്ടാൾക്കും കുളി സുന്നത്താണ്, നിർബന്ധമില്ല, ആയിരുന്നാന്ന് അറിയില്ലല്ലോ. പക്ഷെ അവരിൽ ഒരാൾ മറ്റൊരുവനെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല, ഇതിലൊരാൾ മറ്റൊരാളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല, കാരണം രണ്ടിൽ മനി ഉറപ്പായാലും വന്നിട്ടുണ്ടല്ലോ, ഇത് ആരെയാന്ന് ഉറപ്പില്ല, അതുകൊണ്ട് ഇവൻ തുടർന്ന് നിസ്കരിക്കുന്നവന് മറ്റവൻ ചിലപ്പോൾ എന്താവാം, ഓന് മനി പുറപ്പെട്ടവനാവാം, അതുകൊണ്ട് തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. ഇനി ആ വിരിപ്പിൽ അവനല്ലാതെ ഇന്ദ്രിയം കണ്ടവനല്ലാതെ ആരും ഉറങ്ങിയിട്ടില്ല, ഇവൻ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ, എന്നാൽ ഇവനിക്ക് എന്താണ് കുളി നിർബന്ധമാണ്, കാരണം വേറെ ആരും ഇല്ലല്ലോ. മാത്രമല്ല ഇന്ദ്രിയം പുറപ്പെട്ടതിന് ശേഷം നിസ്കരിച്ചതാണെന്ന് ഉറപ്പുള്ള നിസ്കാരങ്ങളെല്ലാം മടക്കലും നിർബന്ധമാണ്. ഇവൻ ഈ വിരിപ്പിൽ കിടക്കാൻ തുടങ്ങിയ ദിവസം എപ്പോൾ നോക്കണം, അത് മുതലുള്ള എല്ലാ നിസ്കാരം എന്താണ് ആ സമയത്തെല്ലാം ആവാൻ ചാൻസ് ഉണ്ട്, എന്നാൽ ആ നിസ്കാരത്തൊക്കെ മടക്കം നിർബന്ധമാണ്. അതിന് ശേഷം നിസ്കരിച്ചതാവാൻ സാധ്യതയുള്ള നിസ്കാരങ്ങൾ മടക്കൽ സുന്നത്തും കൂടിയാണ്. മനസ്സിലായില്ലേ? അപ്പം സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടിയാണ് സുന്നത്താകുന്നത്. രണ്ടാളെ സംബന്ധിച്ചും അത് തൻ്റെ കൂടെ കിടന്നവനിൽ നിന്നാവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നിർബന്ധമില്ലാത്തത്. സംശയാടിസ്ഥാനത്തിൽ നാം കുളിയെ നിർബന്ധമാക്കുന്നുമില്ലല്ലോ, കുളിയെ നിർബന്ധമാക്കലുമില്ലല്ലോ. അള്ളാഹു ഖൈറിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.